കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്കൊന്നിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം നിങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ശുശ്രൂഷിക്കാൻ ഒക്കെയുള്ള അവസരം കർത്താവ് തന്നു. വീണ്ടും ഒരു അവസരം കൂടെ കർത്താവ് തന്നതിൽ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായും സുഖമായും ക്ഷേമമായും കർത്താവിന്റെ കൃപയിൽ ഇരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവവചനമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ സ്തോത്രം, കർത്താവിന്റെ ആത്മാവ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്നുള്ള പ്രാണനായിട്ടുള്ള വിചാരവും എന്ത് ധരിക്കുമെന്നുള്ള വസ്ത്രത്തിനായിട്ടുള്ള വിചാരം എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള വിചാരങ്ങൾക്ക് ഒരു വിരാമമിട്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആ ചിന്തയൊന്ന് ഡൈവേർട്ട് ചെയ്ത് സ്വർഗത്തിലേക്കൊന്ന് കൊണ്ടുപോകണം. അതാണ് ആദ്യമായിട്ട് കർത്താവിന് എൻ്റെ ആത്മാവിന് പറയാനുള്ളത്. നിങ്ങളുടെ ഭൂമിയിലെ വിചാരങ്ങളും അതിൻ്റെ വികാരങ്ങളും, ദൈവത്തിന് വിരോധമായി ഉയരുന്ന സകല വികാരങ്ങളും, അതിനെ ഒന്ന് പിടിച്ചടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിച്ചു. സ്തോത്രം. അതാണ് നമുക്ക് അത്യാവശ്യം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. ഈ 1 മണിക്കൂർ കൊണ്ടോ അല്ലെ 2 മണിക്കൂർ കൊണ്ടോ ഒന്നും എല്ലാം പറഞ്ഞു തീർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. എങ്കിലും ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമുള്ള ദൈവാലോചന, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വാക്യം, വചനം എന്താണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അതോ മറന്നുപോയോ? നിങ്ങൾക്ക് മറവിയുള്ളത് ഞങ്ങൾക്ക് നല്ലത്. അത് തന്നെ വീണ്ടും പ്രസംഗിച്ചാലും. സ്തോത്രം. എന്തായിരുന്നു പ്രസംഗിച്ചേ? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞ്. ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ഇന്നലെ 1-2 ആഴ്ചയല്ലേ ആയുള്ളൂ. അതൊന്നും എന്തോ ഏത് പുസ്തകം പ്രസംഗിച്ചേ? അപ്പൊ ഇങ്ങനെ പോയാൽ എങ്ങനെ എന്തോ ചെയ്യും നമ്മള്? സ്തോത്രം. എങ്കിലും എന്തോ ജഡത്തിന്റെ ചിന്ത വരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന സമാധാനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തെ, കർത്താവിന്റെ ദാസൻ, കുടുംബം, തന്നോടൊപ്പമുള്ള ദൈവത്തിന്റെ സഭ, ദൈവമക്കൾ, ഈ കോട്ടേജ് മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന ദൈവജനം എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മള് ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം അല്പം ഗഗനമേറിയ ഒരു ഭാഗമാണ്. നിങ്ങളത് ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ ആ വചനത്തെ ഉള്ളതുപോലെ കൈക്കൊള്ളാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു ഭയങ്കര വിടുതൽ ഇതിനകത്ത് ലഭിക്കും. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എല്ലാ വാക്യങ്ങളും വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടേക്കാം സമയപരിധി കൊണ്ട്. 119 സങ്കീർത്തനത്തിന്റെ 89 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കും. അപ്പൊ സ്വർഗത്തിൽ സ്ഥിരമായിരുന്ന ദൈവത്തിന്റെ വചനം ഭൂമിയിലോട്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിനകത്ത് അതിന് മറുപടി ഉണ്ട്. അതാണ് എബ്രായ ലേഖനം 1-ാം വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. പ്രവാചകന്മാർ മുഖാന്തരം പഴയ നിയമം നമുക്ക് കിട്ടിയെങ്കിൽ പുതിയ നിയമം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചു. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒത്തിരി നമുക്കറിയാം. 107-ാം സങ്കീർത്തന 20-ാം വാക്യം വായിക്കുമ്പോൾ അവൻ തന്റെ വചനം അയച്ചു, അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പൊ ഈ വചനം ഇന്ന് രാത്രി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ ശുദ്ധമാക്കുകയും നമ്മളെ സൗഖ്യമാക്കുകയും ചെയ്യും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ഇരുവയത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്,
അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചേണ്ടുന്നതുമാകുന്നു. ഇത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വാളിനേക്കാൾ കടുപ്പമുള്ളതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ചിലര് പറയുന്നത് ഇന്ന് കുത്തുപ്രസംഗമായിരുന്നു. ഈ കുത്തുപ്രസംഗം എന്ന് പറഞ്ഞൊരു പ്രസംഗം ഇല്ല കേട്ടോ. വാസ്തവത്തിൽ ദൈവവചനം പ്രസംഗിച്ചാൽ രണ്ടിൽ ഒന്നെങ്കിലും നടക്കണം. ഒന്നീ കുത്തണം അല്ലെ കത്തണം. ഇത് രണ്ടിനും തെളിവ് വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. അപ്പോസ്തലപ്രവൃത്തി വായിക്കല്ലേ, ഞാൻ പറയുന്ന വാക്കി ഞാൻ തന്നെ പറഞ്ഞു വിട്ടോളാം. എനിക്കും വായിക്കാൻ നേരമില്ല, ഞാൻ പറഞ്ഞു വിടുക. സ്വന്തം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ എത്ര പേർക്ക് കുത്തുകൊണ്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും 3000 പേർക്ക് കുത്തുകൊണ്ടെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. നിങ്ങളെ കൊണ്ട് എന്റെ അടുത്തായിരുന്നു ഞാൻ ചോദിപ്പിച്ചെന്നെ. അത് ഇപ്പൊ ചോദിച്ചാൽ മറുപടി പറയാനുള്ള നേരമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം പറയും, ഒരിക്കലും അല്ല. കുത്തുകൊണ്ടവരുടെ ഒരു സംഖ്യ അവിടെ എഴുതിയിട്ടില്ല. കുത്തുകൊണ്ടിട്ട് സ്നാനപ്പെട്ടവർ 3000 പേരെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുത്തുകൊണ്ടവരുടെ കണക്കൊന്നുമില്ല. ചരിത്രം പരിശോധിച്ചാൽ കുത്തുകൊണ്ടവർ അനേകർ വചനം കേട്ടിട്ട് പോയി അവരുടെ നാടുകളിൽ പിൽക്കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടതായിട്ടും സ്നാനപ്പെട്ടതായിട്ടും ഒക്കെ നമുക്ക് പല രേഖകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിൽ ഒരു വിഷയം ഉണ്ടായി. പ്രാർത്ഥിക്കാനൊന്നും പോയതല്ല, ഞങ്ങളുടെ അയൽത്തുകാരാണ്. കൂട്ടുകിടക്കാൻ പോയത് അഭിഷേകമുള്ളൊരു കൊച്ചനായ എന്നെയാണ് കർത്താവ് അങ്ങോട്ട് വിട്ടത്. ഞാൻ അവിടെ കയറി കൂട്ടുകിടക്കാൻ ചെന്ന്, ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ വീട്ടിലുള്ള 3-4 അങ്ങ് സ്നാനപ്പെട്ടു. സ്വതന്ത്രം കൂട്ടുകിടക്കാൻ പോയത്. ഈ അഭിഷേകം എന്ന് പറയുന്നത് വ്യാപരിക്കുന്നതാണ്. ദൂത് വ്യാപരിക്കുന്നതാണ്. ഈ മഹത്വം നമ്മിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപരിക്കണം. ഇന്ന് രാത്രി ദൈവജനം ഒരു കാര്യം, ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവിന്റെ പ്രാർത്ഥന പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട ഒത്തിരി ദൂതുകൾ കിടപ്പുണ്ട്. അതിലൊന്ന്, പിതാവിനോട് കർത്താവ് പ്രാർത്ഥിക്കുന്നു, പിതാവേ, അവിടുന്ന് എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിൽ ഞാൻ ഇവരുടെ ഇടയിൽ മഹത്വം എടുത്തിരിക്കുന്നു. അപ്പോ ഒന്ന്, കർത്താവ് പിതാവായ ദൈവത്തിന്റെ മഹത്വം ചുമന്നുകൊണ്ട് നടക്കുന്നവനാണ് കർത്താവെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, നമ്മളെ വിളിച്ച വിളി ശ്രേഷ്ഠമായ റോയൽ കോളിങ്, സാധാരണ വിളിയൊന്നുമല്ല. അത് ദൈവവചന പഠനത്തിന്റെയും നമ്മുടെ അറിവിന്റെയും പരിമിതിയാണ് നമ്മളെ സാധാരണക്കാരാക്കി വെച്ചേക്കുന്നത്. പഠിക്കേണ്ടത് പോലെ നമ്മൾ പഠിക്കുമ്പോൾ, കേൾക്കേണ്ടത് പോലെ കേൾക്കുമ്പോൾ, വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ടത് ക്രിസ്തുവിന്റെ മഹത്വമാണ്. അപ്പൊ നമ്മൾ മഹത്വം ചുമക്കുന്നവരായി മാറണം. അത് മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുവാൻ ഇടയാകണം. ഇതാണ് പിതാവിന്റെ മഹത്വം പുത്രനിൽ കൂടെ ലോകത്തിന് വെളിപ്പെട്ടതുപോലെ, പിതാവിൽ നിന്ന് ലഭിച്ച സ്നേഹം, ആ വെളിച്ചം പുത്രനിൽ കൂടെ ലോകത്തിന് വെളിപ്പെട്ടതുപോലെ നമ്മളിൽ നിന്നും ഇത് ലോകത്തിന് വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പലവിധേന കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കൃപയിലോട്ട് വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആമേൻ. ആനപ്പുറത്ത് കയറിയ പട്ടി കടിക്കത്തില്ലെന്നൊരു ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളോ രക്ഷപ്പെട്ടു, എങ്ങനെയും കർത്താവ് വന്നാൽ അങ്ങ് പോയാ മതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറയുക, പോരാ, നമുക്കോരോ ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ക്രിസ്തുവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ലോകത്തിൽ തെളിയിച്ച് കാണിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അത് നമ്മിൽ അത് വെളിപ്പെടണമെങ്കിൽ മേധസ് ഉരുകുമ്പോഴാണ് തേജസ് വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞ ആ ഭാഗം നിർത്തുന്നു. അതുകൊണ്ട് ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തില് അസ്ഥികൾക്ക് ബലമാണ്, മാംസപേശികൾക്ക് ബലമാണ്, നരമ്പുകൾക്ക് ബലമാണ്. ദൈവത്തിന് സ്തോത്രം. 2023 ആമേൻ, ഞാൻ വലിയ വലിയ രോഗത്തിനകത്ത് പെട്ട് ആമേൻ വല്ലാതെ മരണ കിടക്കയിൽ കിടന്ന എന്നെ ദർശനം കാണിച്ച് കർത്താവ് ഇറക്കി പുറത്തു കൊണ്ടുവന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്നോട് കർത്താവ് പറഞ്ഞു, ഒരുക്കമുള്ളൊരു കൂട്ടം ജനത്തെ എനിക്ക് വേണ്ടി ഒരുക്കി നിർത്താൻ നിന്നെ ഞാൻ രാജ്യങ്ങളിലേക്ക് അയക്കുക.
ഈ ദൂതുമായിട്ടാണ് ദൈവം എന്നെ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. മരിച്ചു പോകുന്ന പ്രവാചകന്മാര് വിളിച്ചു പറഞ്ഞു, വീട്ടിൽ വന്നവര് പറഞ്ഞു, അച്ചായന്റെ ശുശ്രൂഷ തീർന്നു പോവുകയാണെന്ന്. തമ്പുരാൻ പറഞ്ഞു, അവരുടെ വാക്കല്ല അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്ക് എന്റെ വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേട്ടോണ്ടിരിക്കുന്നവരോട് പറയുന്നു, ലോകം പറയുന്നതല്ല അവസാനത്തെ വാക്ക്, ഡോക്ടർ പറയുന്നതല്ല അവസാനത്തെ വാക്ക്, അറിവുള്ളവർ പറയുന്നതല്ല അവസാനത്തെ വാക്ക്, അയൽക്കാർ പറയുന്നതല്ല അവസാനത്തെ വാക്ക്. അവർക്കൊക്കെ പലതും പറയാനുണ്ട്, എന്നാൽ അവസാന വാക്ക് നീ സേവിക്കുന്ന കർത്താവിന്റെ വായിൽ നിന്ന് വരണം. അതാണ് അവസാന വാക്ക്. അതിനു പിന്നെ മാറ്റം ഉണ്ടാകത്തില്ല. ഈ രാത്രിയിൽ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവമക്കളായ നമ്മുടെ ചില ചോദ്യങ്ങളുടെ മറുപടിയുമായി ഇന്ന് സന്ധ്യയിൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത് പറയാൻ ശക്തനാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം ഈ രാത്രികാലം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ ദൈവവചനത്തെ ശരിക്ക് കൈകാര്യം ചെയ്യണം കേട്ടോ. കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞാൽ 107 സങ്കീർത്തനം 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലൊക്കെ സംഭവിക്കും. അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചു, ആമേൻ, അവന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. അവൻ ഇരുമ്പ് ചങ്ങലയാലും അരിഷ്ടതയാലും ബന്ധിക്കപ്പെട്ടവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അയലത്തുകാരന്റെ കൂടോത്രമല്ല, നാട്ടുകാരന്റെ നേർച്ചയല്ല നിന്റെ വീട്ടിലെ ബന്ധനത്തിന് കാരണം. ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതാ ബന്ധിക്കപ്പെടാൻ കാരണം. നീ ദൈവവചനത്തെ കയ്യിലെടുക്കുമ്പോൾ ആമേൻ, നിന്റെ ബന്ധനം അഴിയും. ഒരു പ്രവാചകനും തലേ കൈവെക്കണ്ട. കേൾക്കേണ്ടതുപോലെ കേൾക്കാനും, വായിക്കേണ്ട പോലെ വായിക്കാനും, ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിക്കാനും, ചിന്തിക്കേണ്ട പോലെ ചിന്തിക്കാനും, മനനം ചെയ്യേണ്ട പോലെ ചെയ്യാനും നീ എപ്പോ താല്പര്യം കാണിക്കും, അപ്പോൾ നിന്റെ ബന്ധനം അഴിയും. യെസ്, അങ്ങനെ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ വചനത്തെ ശരിക്ക് കൈകാര്യം ചെയ്യണം. ആമേൻ, സ്തോത്രം. ഈ രാത്രികാല എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 2 വാക്യങ്ങൾ. ഒന്നാമത് എഫേസ്യർ 1:17 വായിച്ചാട്ട്, എനിക്ക് 15 തൊട്ട് വായിച്ചാണ് ശീലമുള്ളതെങ്കിലും ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ സമയത്തിന്റെ പരിമിതി കൊണ്ട് ആമേൻ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 1:17 ഒരാളൊന്ന് വായിച്ചു വിട്ടാൽ മതി, ബാക്കി ഞാൻ തന്നെ വായിച്ചു വിട്ടേക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. മോളെ, വെളിപാടല്ല വായിക്കുമ്പോ വെളിപ്പാടെന്ന് വായിക്കണം കേട്ടോ. അത് ജ്ഞാനത്തിന്റെയും ഒത്തിരി പേർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മോള് വളരെ നന്നായിട്ട് വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ, വെളിപാടല്ല കേട്ടോ, അത് ഈ കത്തോലിക്കരുടെ ഒരു പദപ്രയോഗമായി, വെളിപാട്. അങ്ങനല്ല പദപ്രയോഗം മക്കളെ, വെളിപ്പാടെന്നാണ്. ഓക്കെ, നന്നായിട്ട് വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. അത്രയും മതി. ദൈവത്തിന് സ്തോത്രം. തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം, അതാണ് വിഷയം. ആരെ കുറിച്ചുള്ള പരിജ്ഞാനം? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള. 1, പിതാവായ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. 2, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. 3, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അത് മാത്രമല്ല, പരിജ്ഞാനത്തിന്റെ വലിയൊരു പട്ടിക വേദപുസ്തകം നിരത്തി വെക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തുവാ ഈ പരിജ്ഞാനം എന്ന് പറയും? നമ്മളെ സ്ഥിരം പ്രത്യേകിച്ച് ദൈവമക്കൾ കൈകാര്യം ചെയ്യുന്ന ഒരു പദമാണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ ഒരാൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. ഞാൻ കേട്ടൊരു സാക്ഷ്യം പറയാം. ദൈവത്തിന്റെ ജനമേ, കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവനും ഞാൻ വയറ്റുവേദനയാൽ ഭാരപ്പെട്ടു. ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് കുടിച്ചിട്ട് എന്റെ വേദന കുറഞ്ഞില്ല. പിന്നെ ഞാൻ കട്ടൻ ചായക്കാത്തിൽ ഏതൊക്കെയോ പിഴിഞ്ഞൊഴിച്ചു കുടിച്ചു നോക്കി, എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ ദൈവദാസനെ വിളിച്ചു, അദ്ദേഹം ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു, എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ ഞാൻ ആശുപത്രിയിൽ പോയി. ഇതെല്ലാം അവിടെ നടന്നത് മുഴുവൻ പുള്ളി അങ്ങ് പറഞ്ഞപ്പോ കേട്ടവര് എന്തോ പറഞ്ഞു കാണും, അയ്യോ, ഒരു പരിജ്ഞാനമില്ലാത്ത സഹോദരി എഴുന്നേറ്റ് വായി തോന്നിയതും വന്നതും കണ്ടതും നിന്നതും എല്ലാം അങ്ങ് പറയുന്നു. ഇതിന്റെ പേര് പരിജ്ഞാനമില്ലായ്മ എന്ന് പറയും. അതുപോലെ തന്നെ ദൈവദാസൻ എഴുന്നേറ്റ് നിന്നു, ഒരു വാക്യം വായിച്ചു. വാക്യം അവിടെ കിടപ്പുണ്ട്. പക്ഷേ പുള്ളി ലോകമെമ്പാടും ചുറ്റിക്കറങ്ങി, കാട് കയറി, അതിലേ കയറി, ഇതിലേ കയറി തിരിച്ചു വരുമ്പോ നമ്മൾ പറയും ഒരു പരിജ്ഞാനമില്ലാത്ത പ്രസംഗമായി. അപ്പോ
നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് പരിജ്ഞാനം. എന്തുവാ ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ? അറിവെന്ന്. ഒരു പോലീസുകാരനെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ വേഷ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ആ യൂണിഫോമിനോട് നമുക്കൊരു ബഹുമാനമുണ്ട്, അതിനോടൊരു ബഹുമാനമുണ്ട്. പക്ഷേ ഒരു CI കാണുമ്പോൾ അങ്ങനല്ല. പോലീസുകാരന് കൊടുക്കുന്ന ബഹുമാനമല്ല CIക്ക് കൊടുക്കുന്നത്. ആ CI കൊടുക്കുന്ന ബഹുമാനമല്ല ഒരു SP-ക്ക് കൊടുക്കുന്നു. SP-ക്ക് കൊടുക്കുന്ന ബഹുമാനമല്ല ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ഓരോ നിലകളുണ്ട്. ആ നിലകൾ മനസ്സിലാക്കി അവരോട് ഇടപെടുന്നതിനെയാണ് ശരിക്കും പറഞ്ഞ പരിജ്ഞാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ സഭയിലെ കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഇപ്പൊ വന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അവിടെയുള്ള വിലയേറിയതല്ലേ. ഇപ്പൊ വന്നയാളെ ശ്രേഷ്ഠദാസനും മറ്റത് ദാസനും സ്തോത്രം. അതിന്റെ പേര് വിവരക്കേടെന്ന സ്തോത്രം. എല്ലാവരും ക്രിസ്തുവിൽ വിലയേറി, ദൈവത്തിനും മാന്യരും വിലയേറിയവരുമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും പൊക്കുകയും താക്കുകയും വേണ്ട. ദൈവം നമുക്കൊരു പൊസിഷൻ തന്നിട്ടുണ്ട് സ്തോത്രം. അവിടെ അങ്ങ് നിന്നുകൊണ്ട് വേണം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ. ആർക്കും എന്നോട് പ്രയാസം തോന്നരുത്. ഇതൊരു ഹോളിലോ റൂമിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ എഴുന്നേറ്റ് ഇപ്പൊ പോയേനെ സ്തോത്രം. എന്തായാലും എന്റെ മുമ്പിൽ നിന്ന് ആരും എഴുന്നേറ്റ് പോകുമോ ഇരിക്കും എന്നുള്ള കാര്യമൊന്നും എനിക്ക് കാണാൻ വയ്യാലോ. ആകപ്പാടെ ഞാൻ 4 പേരെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരോട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് സ്തോത്രം നമ്മൾ ഇങ്ങനൊക്കെ കാണിക്കണമെങ്കിൽ അവരെ കുറിച്ച് നമുക്കൊരറിവുണ്ടാകും. വേണം. ഇയാൾ ആരാന്നറിയാതെ എങ്ങനെ പറയുന്നത്? ചില വർഷങ്ങൾക്ക് മുമ്പ് അയിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുമ്പോൾ അന്നത്തെ SP ആയിരിക്കുന്ന മധുസൂദനൻ നായർ സാറ് ഒരു സാധാരണ വേഷത്തിൽ ആ കോമ്പൗണ്ട് നിൽക്കുമ്പോൾ ഒരു പോഷനായ ഒരു മനുഷ്യൻ ചെന്ന് അദ്ദേഹത്തെ ഇങ്ങനെ തോണ്ടിയിട്ട് ഏതാണ്ട് പറയുന്നത് ഓഡിറ്റോറിയത്തിൽ നിന്നൊരു മനുഷ്യൻ കണ്ടു. ഓടി വന്ന് അവനെ വിളിച്ചു ചോദിച്ചടാ ഇങ്ങോട്ട് മാറിയുന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആ മനുഷ്യനെ തോണ്ടിയിട്ട് എന്താ ചോദിച്ചത്? ബീഡി ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. ആ മനുഷ്യൻ ആരാ നിനക്കറിയാമോ? അയാൾ ആരായാൽ എനിക്കെന്താ, എനിക്ക് ബീഡി കിട്ടിയാ. അയ്യോ എടാ, ഇവിടുത്തെ കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും വലിയ ആളാ ആ പുള്ളിക്കാരൻ, നീ അയാളോടാണോ പോയി ഇതൊക്കെ ചോദിച്ചേ? ആഹാ, അത്രയേ ഉള്ളൂ. ഇവിടുത്തെ SI വരെ എനിക്കറിയാമല്ലോ. SP എവിടെ കിടക്കുന്നു, SI എവിടെ കിടക്കുന്നു. അപ്പൊ ഇവന്റെ പരിജ്ഞാനം എത്രയുണ്ട്? SP ആരാന്ന് ഇയാൾക്ക് അറിയത്തില്ല, SI ആരാന്നും അറിയത്തില്ല. അറിയാമായിരുന്നുവെങ്കിൽ അങ്ങനെ പറയത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവജനം ഒരു കാര്യം ഓർക്കണം. സ്തോത്രം. ദൂതൻ ആരാന്നറിയണം, ദൂത് എന്താന്നറിയണം, വചനം എന്താന്നറിയണം, നമ്മൾ ആരാന്നറിയണം, ദൈവദാസൻ ആരാന്നറിയണം. ഈ വിവരമൊക്കെ നമുക്കുണ്ടാകണം. അതിനേക്കാൾ ഉപരി നമ്മളെ സൃഷ്ടിച്ച ദൈവമാരാണെന്നറിയണം. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പരിജ്ഞാനത്തിലേക്ക് ഞാൻ വേഗത്തിൽ ഓടിപ്പോവുകയാ. ദൈവത്തെ കുറിച്ചുള്ള അറിവ് എത്ര പേർക്കുണ്ട്? റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ലെങ്കിലും അവർ എരിവുള്ളവരായിരുന്നു. സ്തോത്രം. റോമാക്കാരെ കുറിച്ച് 10:2 പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവർക്ക് പരിജ്ഞാനമില്ലെങ്കിലും, അവർക്ക് വലിയ അറിവൊന്നുമില്ല, എങ്കിലും അവർ എരിവുകാരാ, ഭയങ്കര തീഷ്ണതയുള്ളവർ. സ്തോത്രം. നമുക്ക് ചിലർക്ക് ഇത് രണ്ടും കാണുകയില്ല. സ്തോത്രം. പരിജ്ഞാനവും ഇല്ല, എരിവും ഇല്ല, പിന്നെ വരുന്നു പോന്നു എന്നുള്ളതല്ലാതെ. ഞങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, വേറൊരാൾ ഒരു വിശ്വാസിയോട് സ്നാനപ്പെട്ടു വന്നൊരു വിശ്വാസിയോട്, പഴയ വിശ്വാസി ചോദിച്ചു, എന്തിനാ കുഞ്ഞുവനെ നീ സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ കുഞ്ഞുവൻ എടുത്ത വായിലും പറഞ്ഞു, അത് ബാബുക്കുട്ടി പറഞ്ഞു സ്നാനപ്പെട്ടോളാൻ, അതുകൊണ്ട് ഞാൻ അങ്ങ് പെട്ടതാന്ന് പറഞ്ഞു. സ്തോത്രം. എന്തിനാന്ന് ഇപ്പോഴും പുള്ളിക്ക് അറിയത്തില്ല. സ്തോത്രം. ബാബുക്കുട്ടി പറഞ്ഞു സ്നാനപ്പെടാൻ, ഞാൻ അങ്ങ് സ്നാനപ്പെട്ടു. സൗദി അറേബ്യയിൽ ചെന്നപ്പോ ഞാനൊരു ദൈവദാസന്റെ ഭവനത്തിൽ ഇരിക്കുക, എന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയ ആളെ കോടീശ്വരൻ. അവന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, ഭാര്യയും ഭർത്താവും ഒരു മോനും. ഞാൻ ഇങ്ങനപ്പോ പരിശുദ്ധാത്മാവിൽ ഇവരെ ഞാൻ ഇങ്ങനെ വിവേചിച്ചു വന്നപ്പോ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നീ എന്തിനാ സ്നാനപ്പെട്ടത്?
ഉടനെ ആ സഹോദരിയുടെ മറുപടി, എന്റെ ഭർത്താവ് പറഞ്ഞു സ്നാനപ്പെടാൻ, ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ ഭർത്താവ് പറയും ഇന്ന് രാത്രി എടുത്ത് കിണറ്റിൽ ചാടാൻ പറഞ്ഞു, നീ ചാടുവോന്ന് ചോദിച്ചു. എന്റെ ഭർത്താവാ പറഞ്ഞതെങ്കിൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം നിന്നെ മക്കളെ അനുഗ്രഹിക്കട്ടെ. കാരണം ഭർത്താവിനെ ഇത്രയും വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണല്ലോ നീ. അങ്ങനെ ആണെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഒരു പരിജ്ഞാനം നിനക്ക് കിട്ടിയാൽ നീ ദൈവത്തെ സേവിക്കും. അവളോട് ദൂത്, അവൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. സ്തോത്രം. സഭയെ വരുന്നുണ്ട്, കൂട്ടായ്മ കൂടുന്നുണ്ട്. ഈ രാജൻ പാസ്റ്ററാകുന്ന ഞാൻ ഈ ദേശം വിട്ടിട്ട് നിന്റെ ശുശ്രൂഷ, ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞു പോകും. 2 മാസങ്ങൾ തികയുന്നതിന് മുമ്പ് നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. അന്ന് നിനക്ക് ബോധ്യപ്പെടും നീ ചെയ്തത് എന്താണ് എന്തല്ല എന്ന് ബോധ്യപ്പെടും. എന്നെ ഒന്ന് വിളിച്ചേക്കണം എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. അവളുടെ ഡ്രസ് കോഡ് മാറ്റി. അന്ന് എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് അവളെ നോക്കാൻ പറ്റാത്തൊരു ഡ്രസ് ഇട്ടുകൊണ്ട് അവൾ ഇരുന്നേ. അവക്കൊന്നും അറിയത്തില്ല, അവൾക്ക് പരിജ്ഞാനം അക്കാര്യത്തിലില്ല. ഒരു ദൈവദാസന് മുമ്പിൽ ഏത് ഡ്രസ് ഇട്ട് വേണം ഇരിക്കാൻ നമ്മുടെ ആൾക്കാർക്കില്ലല്ലോ പരിജ്ഞാനം. പിന്നെ അങ്ങനെ അവക്കുണ്ടാകുന്നത്. സ്തോത്രം. ഏത് ഡ്രസ് കോഡിൽ വേണം നിൽക്കാൻ അറിയത്തില്ല. പക്ഷേ അഭിഷേകം പ്രാപിച്ചു. ആമേൻ. അവള് ദൈവകൃപയാൽ നിറഞ്ഞു. ഇന്നും അവിടെ തന്നെ ഉണ്ട്. ഡ്രസ് കോഡ് മുഴുവൻ മാറ്റി എന്റെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവത്തെ കുറിച്ചുള്ള അറിവ് ആമേൻ നമുക്കുണ്ടാകണം. എരിവ് നമുക്കുണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുകൂടെ കേട്ടിട്ട് ഇറങ്ങിപ്പോകാവൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോ റോമയിലുള്ളവർക്ക് എന്തോ ഇല്ല, വേണ്ടത്ര പരിജ്ഞാനം ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇനിയും പരിജ്ഞാനത്തിന്റെ മറ്റൊരു വാക്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു വിട്ടാട്ട്. ആ മോള് തന്നെ വായിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യെസ്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി വായിച്ചോ. കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും. മതി മോളെ. താങ്ക് യു. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. കണ്ടോ, വാക്കുപോയ പോക്കുണ്ടോ? പരിശുദ്ധാത്മാവിനെ ഏകപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനമല്ല. നമുക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് മതി എന്ന് വെക്കുന്നതല്ല. ദൈവത്തെ കുറിച്ച് നീ എന്താ അറിയേണ്ടതെന്ന് ദൈവത്തിനൊരറിവുണ്ട്. ആ അറിവിൻ പ്രകാരമുള്ള പരിജ്ഞാനം നീ പ്രാപിക്കണം. സ്തോത്രം. എന്തെങ്കിലും പ്രാപിച്ചാ പോരാ. അതിന്റെ അർത്ഥം എങ്ങനെയും നടന്നാ പോരാ, എന്തെങ്കിലും ചെയ്താ പോരാ, എന്തെങ്കിലും കാണിച്ചാ പോരാ. പിന്നെ നാം ചെയ്യുന്നത് ഇൻ ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ, ഇത് ദൈവത്തിന് ഇഷ്ടമാണോ? പ്രൈസ് ദി ലോർഡ്. കൂട്ടത്തിൽ ചേർത്തിയാണെന്ന് പറയുക. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ജർമ്മനി വരും. എന്നോ ഒരു കാലത്ത് ഞാൻ വരും. വരും. നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വരും. സ്തോത്രം. അത് ദൈവം എന്നെ കൊണ്ടുവരും. ആമേൻ. കാരണം എന്നോട് പറഞ്ഞ കുറെ രാജ്യങ്ങളുണ്ട്. ഇനി ഒരു 3-4 ബാക്കിയുണ്ട്. സ്വീഡൻ ഉണ്ട്. അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക. വിസയ്ക്ക് കൊടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാ പോകാൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സഭാഹോളിനകത്ത് നീ ഒരു കീബോർഡ് അല്ല, ഒരു 3 കീബോർഡ് വെച്ചാലും 4 തമ്പേറൂടെ മേടിച്ചു വെച്ചാലും നിങ്ങൾ എല്ലാരും കൂടെ അവിടെ കിടന്ന് തുള്ളിയാലൊന്നും ദൈവം പ്രസാദിക്കണം നിർബന്ധമൊന്നുമില്ല. തെളിവ് തരാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ ജനത്തോട് ഇന്ന് സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കുഞ്ഞെ, ബാഹ്യമായി കാണുന്നത് ഒന്നും നിന്റെ കയ്യിൽ ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നിന്റെ അന്തരാത്മാവിൽ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ, നിന്നെ വീണ്ടെടുത്ത ദൈവത്തെ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പ്രസാദമാണ്. നീ വിശ്വാസത്തോടുകൂടെ ചെയ്യുന്നതൊക്കെ, അത് ചെറുതായാലും വലുതായാലും, നീ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടും വിശ്വാസത്തോടും നീ ചെയ്യുന്നെങ്കിൽ അവിടെയാണ് തമ്പുരാൻ നിന്നോട് പ്രസാദം കാണിക്കുന്നത്. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം കേട്ടോണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്, ദൈവത്തെ കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, ദൈവത്തെ നമുക്ക് വിശ്വാസം. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. തോമസിന്റെ അടുക്കൽ യേശു കർത്താവ് ചെന്നു നിന്നു. ആമേ ആണിപ്പഴുതുള്ള കൈ കാണിച്ചു കൊടുത്തു. നിന്റെ വിരൽ ഇങ്ങോട്ടിടാൻ പറഞ്ഞു. ആമേ നെഞ്ച് വിലാപ്പുറം കാണിച്ചു കൊടുത്തു. ചങ്കിന് നേരെ, അവിടെയാണല്ലോ കുത്തുകൊണ്ട വിലാപ്പുറം എന്ന് പറയുന്നത്. ഇവിടെയാ. നിന്റെ വിരൽ വിലാപ്പുറത്തോട്ട് ഇട്ടോളാൻ പറഞ്ഞു. വിലാപ്പുറത്തിട്ടു. കാര്യം മനസ്സിലാക്കി. എന്നിട്ട് കർത്താവ് ഒരു ദൂത് പറഞ്ഞത്, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാ. കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യനായിരിക്കുന്ന ഈ തോമാച്ചനേക്കാൾ ഭാഗ്യമുള്ളവരാ നമ്മൾ. എന്താ കാര്യം? വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നമ്മുടെ പ്രിയനെ കാണുവാൻ നമുക്കവൻ കണ്ണുകളെ തുറന്നു തന്നതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷിക്ക്. എന്റെ വേദന മാറുമോ? എന്റെ രോഗം മാറുമോ? എന്റെ പ്രശ്നം തീരുമോ? എന്റെ വേല, എനിക്ക് ജോലി കിട്ടുമോ? ജോലിക്ക് ഉയർച്ച ഉണ്ടാകുമോ? കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കും? അങ്ങനെ ജീവിക്കുക. ഈ ലോകത്തിലുള്ളത് നീ അല്പനേരം മറന്നുകളാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വ്യക്തമായി ഈ സഭയോടെ ഇടപെടുകയാണ്. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ ചെയ്യട്ടെ. നീ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ പറയട്ടെ. ഇതെല്ലാം തെളിയിക്കാൻ വാക്യമുണ്ട്. ഇന്ന് രാത്രി എനിക്ക് സമയമേ ഉണ്ടാകുന്നില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിനക്കുണ്ടാകണം. അവൻ ആരാണെന്നുള്ള ഒരു അറിവ് നിന്റെ അകത്തുണ്ടാകണം. അതുണ്ടായാൽ മാത്രം പോരാ, ആ കിട്ടിയിരിക്കുന്ന വെളിപ്പാടിനനുസരിച്ച് നിന്റെ ദൈവത്തെ നീ സേവിക്കാൻ തയ്യാറാകണം. എല്ലാരും പാടുമ്പോ കൂട്ടപ്പാടി, എല്ലാരും കൊട്ടിയപ്പോ കൂട്ടത്തി കൊട്ടി, എല്ലാരും പോയപ്പോ കൂട്ടത്തി പോയി, എല്ലാരും ഇട്ടപ്പോ ഞാനും ഇട്ടു. ഇത് ദൈവസഭയിൽ പ്രയോജനപ്പെടുന്നതല്ല. പിന്നെ എന്താ പ്രയോജനപ്പെടുന്നത്? നിന്റെ മനസ്സിനകത്തൂന്ന് നിന്റെ ദൈവത്തിന് നീ കൊടുക്കുന്ന സ്തോത്ര വഴിപാടുകൾ, മറ്റാരുടെയും പരപ്രേരണ ഇല്ലാതെ, ആരും പ്രലോഭിപ്പിക്കാതെ, ആരെയും പിന്തുടരാതെ, ആരും പറഞ്ഞിട്ട് ചെയ്യാതെ, നിന്റെ ഹൃദയത്തിനകത്ത് ഉരുവായി വരുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് നീ ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്തോത്രം, ചുമ്മാ പറയുന്ന 1,00,000 സ്തോത്രത്തെക്കാൾ വിലയുണ്ട് അകത്തുനിന്ന് പറയുന്ന ഒരു സ്തോത്രത്തിന്. അർത്ഥമനഗതര ജഗടഗതലത്തിരം പ്രൗഢമനാദി. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവം നിന്നെ അവിടെ കൊണ്ടുപോയി, ജർമ്മനിയിൽ കൊണ്ടുപോയി ആക്കിയെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് നീ വേദനപ്പെടേണ്ട. കാരണം കുഞ്ഞുങ്ങളെ തന്നത് ദൈവമാണ്, ജോലി തന്നത് ദൈവമാണ്, വീട് തന്നത് ദൈവമാണ്. ഇവിടെ ഞാന് ഈ അടുത്ത സമയങ്ങളിൽ ഇവിടെ ഒക്കെ ഒരുപാട് വിടുതൽ കണ്ട് നടക്കുക. ഇപ്പം പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നിരന്ന് ക്യൂ നിന്ന് ആൾക്കാർ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, പറഞ്ഞ ദൈവം പറഞ്ഞതുപോലെ ഞങ്ങളോട് ഇടപെട്ടു, ഞങ്ങൾ വിടുതൽ പ്രാപിച്ചവരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറയുക, ഞാനൊരു മൈക്രോഫോൺ പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ട് പറയുക, കുഞ്ഞേ, നിന്റെ ഭവനത്തെ ശുദ്ധീകരിച്ച് അവന്റെ സന്നദ്ധിയിൽ ഏകാഗ്രതയോടെ ഇരുന്ന് അവൻ ആരാണെന്ന് മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയതിന് തക്കവണ്ണം പരിജ്ഞാനത്തിനൊത്തവണ്ണം അവനെ വിശ്വസിച്ചുകൊണ്ട് നീ അർപ്പിക്കുന്ന സ്തോത്രത്തിന് വലിയ വിലയാ. സ്തോത്രം. ഞാൻ കേൾക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ചോദ്യങ്ങളുടെ മറുപടിയും കൂടെ പറഞ്ഞല്ലോ. ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രികാലം ദൈവത്തിന്റെ ജനത്തോട് വ്യക്തമായ ഭാഷയിൽ പറയുന്നു, ഹല്ലേലൂയ, നമുക്കൊരു പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം. ആമേൻ. ഞാൻ അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം പരിജ്ഞാനം. അപ്പം ഇവിടെ നാം കൊലോസ്യ ലേഖനത്തിൽ വായിച്ചത്, നമുക്ക് എങ്ങനെങ്കിലും ഉള്ള ഏതാണ്ട് അറിവ് കമ്പ്യൂട്ടറിനകത്ത് തപ്പിയപ്പോൾ നാട്ടുകാർ എഴുതി വെച്ച ഏതാണ്ട് ഒരു കാര്യത്തെ കുറിച്ചുള്ള അറിവല്ല നമുക്ക് വേണ്ടത്. അത് നീ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോ, നമുക്കതല്ല വേണ്ടത്. നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ട്, ഞാനല്ല,
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ മനസ്സിലാക്കി, എന്നെ കല്ലുമലക്കാരനായിരിക്കുന്ന എന്നെ 15-ാമത്തെ വയസ്സിൽ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ഇറക്കി വിട്ട് വർഷം 50 ആകുന്നു. ഇന്നും ആ കൃപയിൽ തുടരുവാൻ എന്നെ വിളിച്ചെങ്കിൽ ലോക രാജ്യങ്ങളിൽ 100 പ്രാവശ്യം കടന്നുപോയി ശുശ്രൂഷിക്കാൻ അവസരം ദൈവം തന്നെങ്കിൽ എന്നെ വിളിച്ച വിളി എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ആരാണ്? എന്നെ വിളിച്ചവനാരാണ്? എങ്ങനെ വേണം അവനെ പ്രസാദിപ്പിക്കാൻ? എങ്ങനെ വേണം അവന്റെ സന്നിധിയിൽ ചെല്ലാൻ? എങ്ങനെ വേണം അവന്റെ മുഖത്തേക്ക് നോക്കാൻ? ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്താണ്? അവന്റെ കഴിവുകൾ എന്താണ്? അത് മനസ്സിലാക്കണം ദൈവജനം. നമ്മുടെ ദൈവത്തിന് എന്ത് ചിലര് തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം വിചാരിച്ചാലും നടക്കത്തില്ല. സ്വത്രം. ഇത് പറയുന്ന നിനക്ക് ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ദൈവം വിചാരിച്ച കുഞ്ഞെ നടക്കാത്ത കാര്യം. ഒരു ദൈവദാസനോട് ദൈവം ചോദിച്ചു, എടാ നീ 40 കൊല്ലം കൊണ്ട് കർത്താവ് എന്റെ വേല ചെയ്യുകയാ. നീ പറയുന്നു എനിക്ക് കാണാൻ തക്കവണ്ണം ഒന്നുമില്ലെന്ന്. നിനക്ക് കാണത്തക്കതുപോലെ വല്ലതും വേണം. ഈ 40 കൊല്ലം കൊണ്ട് കാണാത്തത് ഒരു ദിവസം കൊണ്ട് നിനക്ക് തരാൻ എനിക്ക് കഴിയത്തില്ലയോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, എന്റെ 40 കൊല്ലം നിന്റെ മുമ്പിൽ 4 മിനിറ്റ് പോലെയോ. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്യാൻ നിനക്ക് കഴിയും. ആ ദൈവദാസനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. സ്തോത്രം. നോക്കിക്കേ, 40 കൊല്ലം ഒന്നും കാണാത്തവനെ ഒറ്റ ദിവസം കൊണ്ട് തമ്പുരാൻ അനുഗ്രഹിക്കാൻ ശക്തനല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ പിന്നെ അങ്ങനൊക്കെ ദൈവം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവിശ്വാസമെന്നാ. പ്രൈസലോ. ദൈവസഭയ്ക്കകത്ത് ദുഷ്ടന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ വചനാടിസ്ഥാനത്തിൽ ഞാൻ തെളിയിക്കാൻ ഉണ്ട്. ദൈവസഭയ്ക്കകത്ത് ദുഷ്ടന്മാരുണ്ട്. ദൈവം അവർക്കിട്ടിരിക്കുന്ന ഓമന പേരാ ദുഷ്ടന്മാര്. ആരായി ദുഷ്ടന്മാര്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകരുത്. അങ്ങനെ അവിശ്വാസമുള്ള ഹൃദയമുള്ളവരെ തമ്പുരാൻ വചനം വിളിക്കുന്ന പേരാണ് ദുഷ്ടന്മാർ. ദൈവസഭ ദുഷ്ടന്മാരെ കൊണ്ട് നിറയ്ക്കുന്ന സഭയല്ല ദൈവസഭ. കർത്താവിനെ ആഴത്തിലും അർത്ഥത്തിലും വിശ്വസിക്കുകയും കർത്താവിനെ ആഴത്തിലും അർത്ഥത്തിലും അറിയുകയും അവന്റെ ഹിതത്തിന്റെ പരിജ്ഞാനത്തിന് തക്കവണ്ണം അവനെ കുറിച്ച് മനസ്സിലാക്കിയ ആ അറിവോടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ സഭ. ഈ രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം നിങ്ങളുടെ മുറികൾക്കകത്തുണ്ടെന്ന് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയുന്നു, പ്രവചിച്ചു പറയുന്നു. ആ മുറിക്കകത്തുണ്ട്. ഭൂമിയിൽ ഉള്ളതിനെയെല്ലാം നിങ്ങൾ അല്പനേരം അങ്ങ് മറക്ക്. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ടെന്നാൽ ശേഷം മനുഷ്യരെക്കാൾ അരിഷ്ടരാണ്. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവാണ്. താൻ ഇരിക്കുന്ന ഇടത്ത് നമുക്കും ചെന്നവനെ കാണണം. അതാ നമ്മുടെ പ്രത്യാശ. ഇവിടെ എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ച് തീരാനല്ല നിന്നെ ദൈവം വിളിച്ചത്. ജീവിക്കേണ്ടത് പോലെ ജീവിക്കാൻ, അറിയേണ്ടത് പോലെ അറിയാൻ, ആരാധിക്കേണ്ട പോലെ ആരാധിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ഭവിഷ്യത്ത് പുറകെ വരുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. പൗലോസ് പറയുക, ഫിലിപ്പിനോട് പറയുക, അവന്റെ പരിജ്ഞാനത്തിന്റെ പരിജ്ഞാനമുണ്ട്, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയുണ്ട്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനമുണ്ട്, അറിവുണ്ട്, അറിവിന്റെ ശ്രേഷ്ഠതയുണ്ട്. BA ഉണ്ട്, BSc ഉണ്ട്, BCom ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ അതൊന്നുമല്ല, PhD ഉണ്ട്. അതിന്റെ മീതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട്. സ്തോത്രം. അപ്പൊ അറിവുണ്ട്, അറിവിന്റെ ശ്രേഷ്ഠതയുണ്ട്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശ്രേഷ്ഠത പൗലോസിന്റെ ഹൃദയത്തിനകത്തോട്ട് കേറി. അപ്പൊ അദ്ദേഹം പറയുന്ന 1-2 ഭാഷകളുണ്ട്. അതിലൊന്ന് ഇതാണ്, എനിക്ക് ലോകത്തിൽ ആരെയും ജഡപ്രകാരം അറിയണ്ട. എനിക്ക് ലോകത്തിൽ ഒന്നിനെ കുറിച്ചും അറിയണ്ട. എനിക്ക് എന്റെ കർത്താവിനെ അറിഞ്ഞാൽ മതി. ഇന്ന് രാത്രിയിൽ എത്ര പേരുടെ അധരം കൊണ്ടൊന്ന് പറയും, എന്റെ കുഞ്ഞെ, ലോകത്ത് ജീവിക്കാനുള്ളതെല്ലാം അവൻ നിനക്ക് ഒരുക്കി വെച്ചിരിക്കുക. അവൻ കരുതുന്ന ദൈവം. മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്ന് നീ ഓർത്തോ എന്ന് പറയുന്ന ദൂത് നീ കേട്ടോ. നിന്നെ കുറിച്ച് നീ ചിന്തിച്ചാൽ 1 മുഴം കൂട്ടാനും കുറയ്ക്കാനും നിനക്ക് കഴിയത്തില്ല. നിന്റെ തലയിലെ മുടി വെളുപ്പിപ്പാനും കറുപ്പിപ്പാനും നിനക്ക് കഴിയത്തില്ല. എന്നാ മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്ന് നീ ഓർക്ക്. നീ അവനെ ആരാധിച്ചാൽ മതി. നീ അവനെ ബഹുമാനം കൊടുത്താൽ മതി. നീ അവനെ നമസ്കരിച്ചാൽ മതി.
സ്തോത്രം. അവന്റെ അറിവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഒരിക്കലും ഒരുത്തൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നു, എന്റെ മീശ ഞാൻ അങ്ങെടുത്തു. പുള്ളിക്ക് മീശയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് പുള്ളി അങ്ങെടുത്തു. അപ്പൊ പുള്ളിയുടെ വിചാരം മുഴുവൻ ഈ മീശ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എടുത്തു കളഞ്ഞു എന്നാണ് പുള്ളിയുടെ ചിന്ത. സ്തോത്രം, സ്തോത്രം. എന്റെ ഒന്ന് സഹോദര, നീ അത് എടുത്താൽ നാളെ കിളിച്ചു വരും. നീ പിന്മാറ്റത്തിൽ പോകുമ്പോൾ ഇത് പിന്നെയും തിരിച്ചു വരും. സ്തോത്രം. നിന്റെ മീശ ഒന്നും അല്ല ദൈവത്തിന് വിഷയം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വിരോധമായി നിന്നിൽ ഉയർന്നു വരുന്ന ഉയർച്ചകൾ, ലോകത്തിന്റെ പാഠങ്ങൾ, ലോകം നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ, വൈരാഗ്യത്തിന്റെ ശക്തികൾ, പൈശാചിക തന്ത്രം, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുരുങ്ങി വലച്ച് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ പിശാചിന്റെ യാതൊരു കാര്യങ്ങളും നിന്റെ കയ്യിൽ ഇരിക്കരുത്. അവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നിന്റെ വീട്ടിനകത്ത് കാണരുത്. സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ പാസ്റ്റർ മുടക്കും, കമ്മിറ്റി കൂടും, അടിച്ച് പുറത്താക്കും. വീട്ടിലിരുന്ന് എത്ര കണ്ടാലും ആർക്കും ഒരു കുഴപ്പമില്ല. കണ്ടെന്ന് സമ്മതിക്കുവോ? അതുമില്ല. പിന്നെ മൊബൈൽ ഫോൺ മേടിച്ചങ്ങ് കൊടുത്തിരിക്കുമല്ലയോ. ഇപ്പോഴത്തെ 6 മാസം പ്രായമുള്ള കൊച്ചിന് പകരം ഐഫോൺ മതി. സ്വത്രം. സാംസങ് പോലും വേണ്ട, ഐഫോൺ കൊടുക്കാൻ അത് പറയും. അത്ര ഈ 6-ാം മാസം തൊട്ട് ഇതും പിടിച്ചാണ്ട ഈ കൊച്ചു വളർന്നു വരും. അപ്പന്റെ അമ്മയുടെ ജോലി തീർക്കാൻ വേണ്ടി പിള്ളേർക്ക് കാർട്ടൂൺ വിട്ടു കൊടുത്തിച്ച് അതിന്റെ മുമ്പിൽ അങ്ങ് ഇരുത്തിരിക്കുക. സ്വത്രം. പിള്ളേർ തിന്നില്ലേലും കുഴപ്പമില്ല, കുടിച്ചില്ലേലും കുഴപ്പമില്ല, ഈ കാർട്ടൂണും കണ്ടുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നോളും. സ്വത്രം. ഇവൻ കാർട്ടൂൺ കണ്ട് പിന്നെ ഇന്ന് പല കുടുംബത്തിനകത്തും പ്രശ്നങ്ങളാ. സ്വത്രം. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സംസാരിക്കാൻ നേരമില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ പന്നി മാന്തുന്ന പോലെ ഈ മൊബൈലിൽ കിടന്ന് മാന്തിക്കൊണ്ടിരിക്കുക. എന്തൊരു മാന്തുന്നത്, പന്നി പോലും ഇത്രയും മാന്തത്തില്ല. എന്തൊരു മാന്ത. സ്വത്രം. രാത്രി കിടക്കപ്പായ കിടന്നാലും പുതപ്പിന്റെ തണുപ്പല്ലയോ, പുതച്ച് കിടന്നാലും ഭാര്യ ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും, ഭർത്താവ് അങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. രണ്ടും കൂടെ കിടന്ന് മൊബൈലേ മാന്ത. സ്വത്രം. ഉറങ്ങുന്നവരെ മാന്ത്. എന്നാ കുത്തിയിരുന്ന് അരമണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ അത് പറ്റുകയില്ല. സ്വത്രം. ഇതാണ് പിശാചിന്റെ തന്ത്രം. നോക്ക്, 1.5 മണിക്കൂറും 2 മണിക്കൂറും മൊബൈലെ നോക്കിക്കൊണ്ട് സമയം കളയും. 25 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കത്ത്. ഇതാ പിശാചിന്റെ തന്ത്രം. ഇന്ന് രാത്രികാലം നീ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിച്ച് പുറത്തു വരണം. നിന്നെ വിളിച്ച വിളി ഇത് മാന്തിക്കൊണ്ട് നടക്കാനല്ല. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കാനല്ല. അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഛേദമെന്ന്. പാവം പിടിച്ചൊരു മനുഷ്യനായിരുന്നു. റോഡരി കിടന്ന് ആരാണ്ട് സുവിശേഷം പറഞ്ഞപ്പം രക്ഷിക്കപ്പെട്ട് വന്നു. ആരോ ഒരു വീടുണ്ടാക്കി കൊടുത്ത് അന്നത്തെ താമസിച്ചോണ്ട് സുവിശേഷ വേല ചെയ്യുന്ന ഒരു മനുഷ്യനല്ല പൗലോസ്. ഇന്നത്തെ 5 അംബാനിയുടെ കോടീശ്വരൻ, 5 അംബാനിയേക്കാൾ പണം ഉണ്ടായിരുന്ന ആളാണ് ആര്? പൗലോസ്. എന്താ ഇതെല്ലാം എടുത്തെറിയാൻ കാരണം? ലോകത്തിൻ്റെത് ചപ്പെന്ന് ഛേദമെന്ന് എറിഞ്ഞു കളയാൻ കാരണം ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ലോകബന്ധങ്ങളിൽ നിന്ന് തന്നെ മുറിച്ചു മാറ്റി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒട്ടിച്ചു ചേർത്തതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്തോത്രം, നിന്റെ രോഗത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും, നിന്റെ തലമുറയെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും, നിന്റെ തലയെ കൈവച്ച് പരിശുദ്ധാത്മ പറയുക, നിനക്ക് വേണ്ടത് ലോകമല്ല, ലോകത്തിൽ ഉള്ളതല്ല. ഈ എന്തൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടം വിട്ടച്ച് നീ പോകേണ്ടി വരും. എങ്ങോട്ടാ നീ ചെല്ലേണ്ടത്? നിന്റെ അപ്പന്റെ അടുക്ക ചെന്ന് ഭൂമിയിൽ ജീവിച്ചതിനെല്ലാം നീ കണക്ക് പറയണം. നീ മേടിച്ച് ധരിച്ച വസ്ത്രത്തിനും വെറുതെ കളഞ്ഞ വസ്ത്രത്തിനും, നീ ചിലവാക്കിയ പണത്തിനും, നീ വെറുതെ കളഞ്ഞ ഫുഡിനും, നീ പാഴാക്കി കളഞ്ഞ പണത്തിനും, സ്വത്രം, നീ വിലയില്ലാതെ എറിഞ്ഞു കളഞ്ഞ സകലത്തിനും നീ അവന്റെ സന്നദ്ധിയിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. എന്തോ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാറ്റിനെ കുറിച്ചൊരു പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനം. ഒരു ദിവസം അവന്റെ മുമ്പാകെ നമ്മൾ ചെന്ന് നിൽക്കേണ്ടി വരുമ്പോൾ ആകാശം നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും. ഈ ഭൂമിയിലെ പൊടി നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗത്തിൽ ഓടട്ടെ. എന്നാൽ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. ഈ പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഇല്ലായികയാൽ, ദൈവത്തെ കുറിച്ച് യഹോശാഫാത്ത് രാജാവിന് കിട്ടിയ ഒരു അറിവ്
ദൈവത്തെ കുറിച്ചൊരു അറിവ് നിങ്ങളോടൊന്ന് ആമി പറഞ്ഞിട്ട് ആമി ഈ പരിജ്ഞാനം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ആ മോളെ ഒന്ന് വായിച്ച മക്കളെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം, 2 Chronicles chapter 20 verse 5. In the name of Jesus. ഇല്ലേ? 20-ന്റെ 5 യഹോശഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന് മുൻപിൽ യഹൂദായുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവ്, നീ ഇന്നലെ പൊട്ടി മുളച്ചു വന്നൊരു ദൈവമല്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ്. നീ ഇന്നലെ പൊട്ടി മുളച്ചു വന്നൊരു കല്ലേന്ന് പൊട്ടി മുളച്ചു വന്ന ദൈവമല്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ്. അടുത്ത വാക്യം വായിച്ചു. അത് തന്നെ വായിച്ചോ മോളെ. നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. 2, നീ സ്വർഗസ്ഥൻ. തന്റെ അറിവ് കണ്ടോ? നീ സ്വർഗസ്ഥൻ, നിനക്കിരിക്കാൻ പ്രവാചകൻ പറഞ്ഞു, സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഇത് അവന് കിട്ടിയ വെളിപ്പാടാ. നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. എന്നിട്ട് ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. നീ ജാതികളുടെ അമ്മളെ മുഴുവൻ അങ്ങ് വായിച്ചു. ജാതികളുടെ സകല രാജ്യങ്ങളെ ഭരിക്കുന്നുവല്ലോ. ആർക്കും സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. മതി. ദൈവത്തെ കുറിച്ചുള്ള അറിവ് കണ്ടോ? 3 വൻ ശക്തികൾ യഹോശഫാത്ത് രാജാവിന് നേരെ കയറി വന്നപ്പോൾ യുദ്ധത്തിന് പോകേണ്ട രാജാവ് യുദ്ധം വിട്ടച്ച് അവന്റെ പരിജ്ഞാനം യുദ്ധവീരനായിരിക്കുന്ന യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കി. സ്തോത്രം. അവൻ യുദ്ധത്തിന് ഇറങ്ങിയില്ല. ഇന്ന് രാത്രിയിൽ ദൈവജനത്തോട് പറഞ്ഞു, നീ യുദ്ധത്തിന് ഇറങ്ങണ്ട. യുദ്ധവീരനായിരിക്കുന്ന യഹോവയെ കുറിച്ച് ഒരു അറിവ് നിനക്കുണ്ടായാൽ മതി. യഹോശഫാത്തിന് അറിവുണ്ടായി. അവൻ ഓടിപ്പോയി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടും മടക്കിയിട്ട് പറയുക, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. അപ്പൊ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നു. ഈ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ഈ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ ആരാ? ഒന്ന് പറഞ്ഞേ, നമ്മുടെ ആരാ ഈ ദൈവം? ഒറ്റവാക്കി പറഞ്ഞാൽ, നല്ല പച്ച മലയാളത്തിൽ ഞങ്ങളുടെ മാവേലിക്കര ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ അപ്പനാണവൻ. ശരിയല്ലേ? എന്റെ അപ്പനാണവൻ. ആര്? ജാതികളുടെ സകല രാജ്യങ്ങളും ഭരിക്കുന്നവൻ എന്റെ അപ്പന. അറിവ് പോയ പോക്ക് കണ്ടോ? ഇതാ പരിജ്ഞാനം. അങ്ങനാണെങ്കിൽ എനിക്ക് ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ഒരു അപ്പൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ സോളി സിസ്റ്ററിന്റെയും മോളി സിസ്റ്ററിന്റെയും ഒക്കെ പുറകെ നടക്കേണ്ട വല്ല കാര്യവും? അയ്യോ, ഒറ്റ രാത്രി കൊണ്ട് മലേഷ്യയുടെ നിയമത്തെ പ്രാർത്ഥിച്ച് ദൈവസന്നിധി കൊടുത്ത് നിയമം മാറ്റി എഴുതി വിസ മേടിച്ച് സിംഗപ്പൂരിലെ പ്രോഗ്രാം കഴിഞ്ഞ് മലേഷ്യയിലോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞവര് ഒറ്റ രാത്രി കൊണ്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം നിയമം മാറ്റി വിസ തന്ന് എന്നെ അവിടെ ഇറക്കി 17 ദിവസം അവിടെ പ്രസംഗിച്ചിട്ട് വരുന്ന മോനെ ഞാൻ അനുഭവിച്ചിട്ട് പറയാ, എന്റെ അപ്പൻ ലോക ജാതികളെ ഭരിക്കുന്ന അപ്പനാണെങ്കിൽ രാജാക്കന്മാരുടെ ഹൃദയം അവന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. എങ്ങോട്ട് തിരിക്കണമോ അങ്ങോട്ട് തിരിക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിജ്ഞാനം. എന്റെ അപ്പൻ ആര്? ലോക രാജ്യങ്ങളെ ഭരിക്കുന്നവനാ എന്റെ അപ്പൻ. ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ. ആ നെഞ്ചത്ത് കൈവച്ചു പറ, എന്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവം, ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ദൈവം. ഇവിടെ എന്തെങ്കിലും ഒരു നിയമത്തിന് മാറ്റം വരുത്തണമെങ്കിൽ എന്റെ അപ്പൻ അത് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മേലൊരു പരിവർത്തനത്തിന്റെ കാറ്റ് ഇന്ന് രാത്രിയിൽ അടിക്കും. 24 മണിക്കൂർ അടുത്ത പ്രഭാതത്തിൽ 7:30 മണി കാണുന്നതിന് മുൻപ് ഈ രാത്രി നിനക്ക് വേണ്ടി നിയമത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളൊരു ദൈവം, ന്യായാധിപന്മാരോട് ഇടപെടുവാൻ, രാജാക്കന്മാരോട് ഇടപെടുവാൻ, രാജ്യങ്ങളോട് ഇടപെടുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ പരിജ്ഞാനം. നിന്റെ ദൈവം ആരാണെന്ന് നീ ആദ്യം പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരുത്തനെ വിളിച്ചിട്ട് ചോദിച്ചു, എടോ കമ്മ്യൂണിസത്തിന് മാനിഫെസ്റ്റോ അറിയാവോ? അളിച്ച് എന്റെ പൊന്നു സാറെ വഴക്കുണ്ടാക്കുന്നത് എന്തിനായി മാനിഫെസ്റ്റോ?
കല്ലെറിയാനും ഇംഗില വിളിക്കാനും സിംഗാവ വിളിക്കാനും തല്ലിക്കൊല്ലാനും ഒക്കെ മാനിഫെസ്റ്റോയുടെ ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഹല്ലേലൂയ. അതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിതങ്ങ് ചെയ്താൽ പോലെ. ബന്ധക്കോസുകാർ ഇങ്ങനെ ആകരുത്, ദൈവമക്കൾ ഇങ്ങനെ ആകരുത്. അപ്പൊ എല്ലാരും കൂടുന്നു, എല്ലാരും കൊട്ടുന്നു, എല്ലാരും പാടുന്നു, എല്ലാരും ആമയം പറയുന്നു, ഞാനും പറയുന്നു. അല്ല, നിനക്കൊരു മാനിഫെസ്റ്റോ ഉണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയുള്ള ദൈവത്തെ കുറിച്ച് നീ അറിയണം. നിന്റെ അപ്പൻ ആരാണെന്ന് അറിയണം. എന്റെ മോളോട് ചോദിച്ചു, അവള് പറയും നിന്റെ അപ്പൻ ആരാ? അപ്പനൊരു ഉപദേശിയ. ആമേൻ. ഗുണഗണങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനാണെങ്കിൽ എന്റെ മകക്ക് അവിടെ അപ്പനെ കുറിച്ച് അറിയാമെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിന്റെ ദൈവത്തെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നീ മറുപടി എന്ത് പറയും? ആമേൻ. പറ, ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യങ്ങളുമില്ല, അവനാൽ അസാധ്യമായതൊന്നുമില്ല. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ കൂടി വരിക, സമയം പോയല്ലോ. ഈ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ദൈവമക്കള് പ്രാപിച്ചിൽ. ചിലർ ചോദിക്കുമല്ലോ, അയ്യോ ഒരു ബന്ധുക്കോസുകാരായിരുന്നു, പാടാൻ പോകുന്നവരാ, പ്രാർത്ഥിക്കാൻ പോകുന്നവരാ, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? ഇപ്പൊ പറഞ്ഞുതരാൻ. സ്വത്രം അതുകൂടെ കേട്ടിട്ട് പോകും. ദൈവത്തിന് സ്വത്രം. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. അതിനിടയ്ക്ക് വിട്ടുപോയൊരു ഭാഗമുണ്ട്. മലാഖിയുടെ പുസ്തകം ഇങ്ങനെ പറയുന്നു, ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള സ്നേഹം എവിടെ? ശരിയല്ലേ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഈ രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ ദൈവമാണെന്ന് നീ അറിഞ്ഞെങ്കിൽ അവനെ മഹുദ്ധീകരിക്കേണ്ടത് പോലെ മഹുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 1-ാം അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തുനിന്ന് ജ്വലിക്കുന്നു. സ്തോത്രം. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായി വന്നെങ്കിലും പ്രൈസ് ദി ലോർഡ്, അവനെ ദൈവമെന്നോർത്തും മഹുദ്ധീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ ഹൃദയങ്ങളിൽ അവർ ഇരുണ്ടുപോയി. സ്തോത്രം. അവർ അജ്ഞരായി പോയി. ഇതല്ല ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ദൈവം ആരാണെന്ന് അറിയാമെങ്കിലും അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, ദൈവം ആരാണെന്ന് അറിയാമെങ്കിലും അവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ കഴിയാതെ, ദൈവം ആരാണെന്ന് അറിയാമെങ്കിലും അവന്റെ മുമ്പിൽ വിശുദ്ധിയിൽ നടക്കേണ്ടതുപോലെ നടക്കാൻ കഴിയാതെ, അവന്റെ മനോബോധങ്ങൾക്കൊത്തവണ്ണം മനസാക്ഷി പറയുന്നതനുസരിച്ച് സ്വന്തം ചിന്തകൾക്കനുസരിച്ച് ചുവട് വെക്കുന്നവരെ ഇന്ന് രാത്രിയിൽ സംഗതി അപകടത്തിലാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്തോത്രം. അവൻ ദൈവമാണെന്ന് നിനക്ക് ബോധ്യം വന്നെങ്കിൽ അവന് ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ആരും പറഞ്ഞിട്ടല്ല. ആഴ്ചയിൽ പാസ്റ്റർ ഫോൺ ചെയ്യണം, സഹോദര സഭായത്തിന് വരുത്തില്ലയോ, സഹോദരി വരുത്തില്ലയോ. ചിലയിടത്തൊക്കെ ആണെങ്കിൽ വണ്ടിയും കൊണ്ട് ചെല്ലണം. എടുത്ത് കയറ്റണം, പിന്നെ എടുത്തിറക്കണം, പിന്നെ പിടിച്ച് കയറ്റണം, പിന്നെ കസേരയെ കൊണ്ട് ഇരുത്തണം, പിന്നെ വന്ന് എങ്കിലേ സഭായോഗത്തിന് വരുത്തുള്ളൂ. ആർക്ക് വേണ്ടി? നീ വരണ്ടാന്നേ, നീ എന്റെ പാട്ടിന്. സ്തോത്രം. ദൈവത്തെ ദൈവമാണെന്ന് നിനക്ക് മനസ്സിലാക്കിയ എന്നെ ആരും ഫോൺ ചെയ്യണ്ട, എനിക്കാരും വണ്ടിയും കൊണ്ടുവരണ്ട, ഒരു ലിഫ്റ്റ് തരാൻ സൗകര്യമുണ്ടേ താ, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയും വന്നോളാം. കാരണം അവനെ ആരാധിക്കേണ്ടത് എന്റെ ധർമ്മമാണ്. എനിക്ക് കിട്ടിയ വെളിപ്പാടാണ് ആരാധന. ഇന്ന് രാത്രി വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയോട് പറയുന്നു, നിനക്ക് വേറെ ഒരു വെളിപ്പാടും കിട്ടിയില്ലെങ്കിലും അവൻ ദൈവമാണെന്നുള്ള വെളിപ്പാടും അവനെ ആരാധിക്കേണ്ടത് എന്റെ ധർമ്മമാണെന്നുള്ള വെളിപ്പാടും നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. യെസ്. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട്, ആരുടെയെങ്കിലും സഹായം കൊണ്ട് സ്തോത്രം പറയാൻ പറഞ്ഞാലും സ്തോത്രം, എന്നാലും ചിലതും വാതുറക്കത്തില്ല. ചിലതൊക്കെ സമയത്തിൽ നിന്ന് വായും. അപ്പൊ എനിക്ക് തോന്നുന്നു പിശാച് വാതുക്കുന്ന ഇപ്പണ്ടി ഹോളിന്റെ വാതുക്കല് ചിലതിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പറയടാ മോനെ ആ സിബിട്ടോണ്ട് പോടാ, ഒറ്റ വലിയ. യോഗം കഴിയുമ്പോ സാത്താൻ പറയാം ഇനി അഴിച്ചോട്ടാ, ഒറ്റ വലിയ. പിന്നെ അവിടുത്തെ ചിലപ്പോ ഒന്ന് കേൾക്കണം. സ്തോത്രം. സഭായത്തിൽ ഇരുന്ന ചൊവ്വെന്നിലെ വാതറും സ്തോത്രം പറയാത്ത പുള്ളി യോഗം കഴിയുമ്പോൾ ബഹളം ഒന്ന് കാണണം. എന്നാ വേളമെന്നറിയാം. ഇതാണ് പിശാചിന്റെ തന്ത്രം. അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ കഴിക്കണമെന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ പിശാച് മനസ്സിലാക്കിയിട്ട്
നിന്റെ വായിക്ക് സിബിട്ട് പൂട്ടി വെച്ചേക്കാൻ പിശാചിനെ നീ അനുവദിച്ചെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ അടുത്തത് കേട്ടോണം. 28-ാം വാക്യം വായിക്കുമോളെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിഞ്ഞിട്ട് അറിയേണ്ടതുപോലെ അറിഞ്ഞ് അവനെ ആരാധിക്കാൻ കഴിയത്തില്ലെങ്കിൽ റോമാലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചാൻ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. യെസ്, ദൈവത്തെ വായിക്ക്. 1:28 റോമൻസ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം. ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. എന്റെ തൊണ്ടയൊന്ന് ആറിക്കോട്ടെന്ന് വിചാരിച്ച മക്കളെ നിന്നെ മോളെ കൊണ്ട് വായിപ്പിച്ചു. എനിക്ക് പറയാനുള്ള വാക്യങ്ങൾ ഇതല്ല. സാധാരണ സമയമില്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോകത്തേ ഉള്ളൂ. സ്തോത്രം. അപ്പോ എന്റെ തൊണ്ടയൊന്ന് ആറിക്കോട്ടെന്ന് വിചാരിച്ച മക്കളെ നിന്നെ കൊണ്ട് വായിപ്പിച്ചു. നന്നായിട്ട് വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് കൊള്ളാവുന്ന ഒരു കുഞ്ഞാ വേലയ്ക്ക് ആ പുസ്തകം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയ്ക്ക് കൊള്ളാം. അവളെ കർത്താവിന്റെ വേലയുടെ ഒരു പാർട്ടാക്കി ദൈവം മാറ്റാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഉദയ നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന പോലെ തലയ്ക്ക് മീതെ ഒരു നക്ഷത്രം ഉദിച്ചു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നീ വിഷമിക്കണ്ട. നിന്റെ മുമ്പിൽ കിടക്കുന്ന എന്താ പറയുന്ന വിലങ്ങ് തടികളെല്ലാം ഈ ദിവസങ്ങളിൽ മാറിപ്പോയിട്ട് ഒരു പുതുക്കത്തിന്റെ അനുഭവം ദൈവം നിനക്ക് തരും. ആമേൻ. നീ അത് പ്രാപിക്കും. പ്രാർത്ഥനയോടെ നീ കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ദൈവം കേട്ടു. തുരുത്തിയിലാക്കി വെച്ചിരിക്കുക. ദൈവം മറുപടി തരാൻ പോവുക. സ്തോത്രം. നിന്റെ വീട്ടിന്റെ ശൂന്യത ദൈവം പണിയും. റബാലിഗതി. നിന്റെ ഭവനത്തിന്റെ ശൂന്യത മോളെ ദൈവം പണിയും. നിനക്ക് ദൈവത്തെ കുറിച്ചുള്ള ആകാംക്ഷയുണ്ടല്ലോ. ആകാംക്ഷ എന്ന് വെച്ചാൽ എന്റെ ദൈവമേ നീ എപ്പോ പ്രവർത്തിക്കും എന്നൊരു വെപ്രാൾ നിന്റെ ഉള്ളിൽ ഒരു വലിയൊരു ആകാംക്ഷ കിടപ്പുണ്ട്. ആമേൻ. അങ്ങനെ കിടക്കുന്ന നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് ദൈവം അങ്ങ് നിറച്ചിട്ട് നിന്നെ അവിടെ നിന്ന് കത്തിച്ച് പ്രൈസ് ദി ലോർഡ് ഒരു ദീപമാക്കി അവിടെ നിർത്തും. നീ കണ്ടോ. സ്തോത്രം. അപ്പൊ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ അപമാന രാഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തവാ? ഉദാഹരണം പറയുമ്പോ മനസ്സിലാവും. ദീർഘനാളുകൾ പെന്തക്കോസി വന്നിട്ട് അപ്പൊ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പെണ്ണ് ഞങ്ങളുടെ കൊച്ചിയിൽ നടന്ന സംഭവമാണ്. ഗുജറാത്തി സഭായത്തിന് അവിടെയും നടന്നൊരു സംഭവം. പലയിടത്തും നടന്ന ഈ സംഭവം. പല ദൈവദാസന്മാരുടെ മക്കളും ദൈവദാസന്മാരുടെ പെൺപിള്ളാര്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. അമ്പലത്തിൽ ചെന്ന് ഹിന്ദുവായി താലി കെട്ടി കല്യാണം കഴിച്ച് ജാതിയുടെ കൂടെ ഇന്ന് വേർപെട്ട് താമസിക്കുന്നു. അയ്യോ, തലയെ കൈവച്ചു. ദൈവം എന്താ ഇത് തടയാഞ്ഞത്? അവള് പെന്തക്കോസല്ലയോ? അവള് പാട്ട് പാടത്തില്ലയോ? അവൾക്ക് പാട്ടുമുണ്ട്, ആട്ടവുമുണ്ട്. പക്ഷെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. പള്ളിയിൽ പോയതൊന്നും ദൈവം കണക്കാക്കത്തില്ല. ഇങ്ങനെ ഈ സ്തോത്ര കാഴ്ച കൊടുത്തും ദശാംശം കൊടുത്തൊന്നും ദൈവം കണക്കാക്കത്തില്ല. മിറ്റത്തിരുന്ന സ്കൂട്ടർ എടുത്ത് 18-കാരൻ ചെറുക്കൻ അവന് തോന്നി ഒന്ന് റോഡ് വരെ പോകാമെന്ന്. 5 മിനിറ്റ് കഴിഞ്ഞ് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ചെറുക്കൻ തന്നെ ടിപ്പറിന്റെ കീഴിൽ കിടക്കുന്നു. അവന് തോന്നി അങ്ങോട്ട് പോകണമെന്ന്. സൺഡേ സ്കൂളിൽ വിട്ടാ പോവുകയില്ല. ദൈവത്തിന് വചനം പഠിക്കുകയില്ല. വേണ്ടതുപോലെ ആരാധിക്കത്തില്ല. തന്തേന്നല്ലേ ബഹുമാനിക്കത്തില്ല. പെന്തക്കോസ്തില പാടുന്ന വീടാ, പ്രാർത്ഥിക്കുന്ന വീടാ, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ അവൻ ആരാണെന്ന് മനസ്സിലാക്കുകയും അതിന് തക്കവണ്ണം അവന് ബഹുമാനം കൊടുക്കുകയും കഴിയാത്ത കുടുംബങ്ങൾ. പിന്നെ സഭയ്ക്കകത്ത് ചില സാധനങ്ങളുണ്ട്. പരിജ്ഞാനമില്ലാത്ത ചില സാധനങ്ങൾ കൂട്ടിപ്പിടിപ്പിക്കാൻ ദൈവം വിട്ട്. എന്റെ ദൈവമേ, നമ്മൾ ചില ചോദിക്കത്തില്ലയോ എന്താ ദൈവം ഇങ്ങനെ അങ്ങ് അനുവദിച്ചു വിട്ടിരിക്കുന്നേ? അയാൾ പറഞ്ഞു പിടിപ്പിക്കുന്ന കേട്ടില്ലയോ? നാറ്റിക്കുന്ന കണ്ടില്ലേ? തീറ്റിക്കുന്ന കണ്ടില്ലേ? അത് കണ്ടില്ലേ? പറഞ്ഞു പിടിപ്പിക്കുന്ന കേട്ടില്ലേ? ഓഷ്കേ പറയത്തുള്ളൂ. ദൈവം അപമാന രാഗത്തിന് ഇവരെ ഏൽപ്പിച്ചിരിക്കുക. മിണ്ടണ്ട. ഹല്ലേലൂയ. മിണ്ടരുത്. ഇത് ദൈവം കൽപ്പിച്ചങ്ങനെ ആക്കി. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ വയ്യാത്തവന് പോഷനെ പോലെ നടക്കും. അപകടത്തിനകത്ത് ചെന്ന് പെടും. അന്യജാതിക്കാരുടെ പുറകെ ഒളിച്ചോടി പോകും. നിന്നയും നാറ്റവും കൊണ്ട് നിന്റെ വീടിന് ഇരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതല്ല, എനിക്കും എന്റെ ഭാര്യ ലീലാമ്മയ്ക്കും കൂടെ സമയം കിട്ടിയപ്പോ എഴുതി വെച്ച പുസ്തകത്തിലെ വാക്യമല്ല വായിച്ചത്. സ്വർഗത്തിൽ എന്നേക്കും
എന്നേക്ക് സ്ഥിരമായിരുന്ന പുസ്തകത്തിലെ വാക്യം എഴുതി വെച്ചേ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഉചിതമല്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ അപമാന രാഗങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. ഇത് പുറത്തുള്ളവരെ കുറിച്ചല്ല, അകത്തുള്ളവരെ കുറിച്ചും പിന്നെ പുറത്തുള്ളവരെ കുറിച്ചും. ആദ്യം അകത്തുള്ളവർക്ക് ദൈവത്തെ അറിയാവുന്നും പറഞ്ഞ് ഞെളിഞ്ഞു വന്നിരിക്കത്തില്ലയോ? ചിലതൊക്കെയാന്നെ കാലും വെച്ച് എന്റെ ചിലപ്പോ കണ്ടിട്ടുണ്ട്, ഈ കർത്താവ് ഈ കാലും വെച്ചിരിക്കുന്നവനെ കാണുമ്പോ കർത്താവ് ചെന്ന് അവന്റെ പാദപീഠത്തിലിരിക്കും. കർത്താവിന് തോന്നും ഞാനല്ല കർത്താവ്, ഈ പുള്ളിയാ കർത്താവ് എന്നങ്ങ് തോന്നിട്ടു. സ്തോത്രം. എന്റെ പൊന്നു ഭാഷ ഇങ്ങോട്ട് പോരല്ലേ, ഇങ്ങനെ വീഡിയോയിലെങ്ങാണ് ഇരുന്ന് പ്രസംഗിച്ചാൽ മതി. സ്തോത്രം. എന്റെ കയ്യിലെങ്ങാണം കിട്ടിയ പൊന്നു ഭാഷ അവിടെ കാണാൻ ഇരുന്ന് പ്രസംഗിച്ചാൽ മതി. ചിലതിന്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, ചെന്നൊന്ന് ബഹുമാനിച്ചാൽ എന്താന്ന്. രാജാക്കന്മാരിയ്ക്കുന്നവർ എവിടെ വന്നിരിക്കുന്നത്? മഹാരാജാവിന്റെ സന്നിധി വന്നിരിക്കുക. സ്തോത്രം. ബാബിലോണിലെ പ്രധാനികളിൽ ഒരുവനായിരുന്നു ദാനിയേൽ. പോയി ദാനിയേൽ പുറം ശരിക്കൊന്ന് പഠിക്കേ. ദാനിയേൽ പ്രാർത്ഥിച്ചതെല്ലാം മുഴങ്കാലിന്മേലിരുന്ന പ്രാർത്ഥിച്ചു. അവന്റെ വിഷയങ്ങളുടെ മുമ്പിൽ മുഴങ്കാലും അടക്കി. അവിടെ എല്ലാം തമ്പുരാൻ ഇറങ്ങി വന്നു. 3 ദിവസം ആഹാരമില്ലാതെ വിശന്ന് വലഞ്ഞ സിംഹം അതിനകത്തോട്ട് ദാനിയേലിനെ തള്ളിക്കൊടുത്തു. ഒറ്റ സിംഹം അവന് നേരെ വാ പൊളിച്ചില്ല. മുഴങ്കാലും മടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ സിംഹത്തിന്റെ ഗുഹയിൽ അകപ്പെട്ടതുപോലെ നീ വന്നാൽ ഒരൊറ്റ സിംഹം നിനക്ക് നേരെ വാ പൊളിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാർത്ഥന മുഴങ്കാലിന്മേലുള്ള ഇരിപ്പുണ്ടല്ലോ, അതൊരു വിജയത്തിന്റെ ഇരിപ്പാ. ഇന്ന് രാത്രി ഒരു തീ ഇതിനകത്തിൽ കത്തട്ടെ, ഒരു ഉണർവിന്റെ തീരത്തിൽ കത്തട്ടെ. അതിനുവേണ്ടി ആ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നത്. മുഴങ്കാലിന്മേൽ ഇരിക്കാൻ നീ പഠിക്ക്. നിന്റെ ദൈവത്തെ ബഹുമാനിക്കാനല്ല, ആരാധിക്കാൻ പഠിക്ക്. നിന്റെ യജമാനനെ ബഹുമാനിക്കാൻ പഠിക്ക്. അവൻ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ അപ്പനാണെങ്കിൽ നിന്റെ സ്നേഹം അവിടെ. ഞാൻ നിന്റെ യജമാന എന്നുള്ള ബഹുമാനം അവിടെ. ഞാൻ നിന്റെ ദൈവമാണെങ്കിൽ എന്നോടുള്ള നിന്റെ ആരാധന എങ്ങനെ? പരിശുദ്ധാത്മാവ് ഗൗരവത്തോടെ ചോദിക്കുന്നു. ഈ രാത്രിന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. അമ്മ നിങ്ങളോട് ദൂത് പറയാൻ കർത്താവിന്റെ ആത്മാവ് എന്നെ ശക്തീകരിച്ചതിൽ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുകൊണ്ട് പരിജ്ഞാനം എന്ന വിഷയം നീ കളയരുത്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ സദൃശ്യവാക്യം 28:9 പറയുന്നു, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളയുന്നവന്റെ പ്രാർത്ഥന യഹോവയ്ക്ക് വെറുപ്പാകുന്നു. എന്താ പാസ്റ്ററെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തത്? ന്യായപ്രമാണം കേൾക്കാൻ, വചനം കേൾക്കാൻ നിനക്ക് സമയമില്ല. വചനം വായിക്കാൻ നിനക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കാൻ നിനക്ക് സമയമില്ല. അത് വായിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ധ്യാനിക്കാൻ സമയമില്ല. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണെന്ന് ഞാൻ എഴുതിയ പുസ്തകമല്ല, തമ്പുരാൻ എഴുതിയ പുസ്തകത്തിൽ 28 സദൃശ്യവാക്യം 28:9 എഴുതി വെച്ചിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. യോഹന്നാൻ 9:31 പറയുന്നു. 9:31 പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, നീതിമാനായിരുന്ന് തന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നു എന്ന്. യോബ് പറയുന്നു 13-ാമത്തെ നീ ദൈവത്തിങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റിക്കളക. ഈ രാത്രിയിൽ ദൈവിക വിശുദ്ധീകരണത്തിലേക്ക് വരാൻ എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ദൈവിക പരിജ്ഞാനം പഠിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് ബഹുമാനിക്കാനും ആരാധിക്കാനും ഇന്ന് രാത്രി എത്ര പേർ തയ്യാറുണ്ട്? ലോകത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് വിട്ടുമാറിയിട്ട് ഇന്ന് രാത്രി കേട്ട ദൈവവചനം നിങ്ങളുടെ അകത്തൊരു ക്രിയ ചെയ്യട്ടെ. അതൊരു ഉണർവായി, ജർമ്മനിയുടെ ഉണർവായി പൊട്ടി പുറപ്പെടട്ടെ. അത് ബഥേൽ ഇന്റർനാഷണൽ ചർച്ചിൽ നിന്ന് പുറപ്പെടട്ടെ. അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇതൊരു മറുപടിയാകട്ടെ. ഉണരുക. അങ്ങനൊന്നും ഉണരത്തില്ല കേട്ടോ. സ്തോത്രം. ഓരോരുത്തരും ദൈവവചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും നിറയപ്പെട്ടവരായി വചനവും ആത്മാവും അകത്ത് ക്രിയ ചെയ്ത് അകത്തുനിന്നൊരു കത്തൽ ഉണ്ടാകണം. ആ കത്തൽ അവിടെ വ്യാപരിക്കണം. അത് മാനസാന്തരത്തിലേക്കും അത് പശ്ചാത്താപത്തിലേക്കും അത് അനുതാപത്തിലേക്കും പോയിട്ട് അതിന്റെ അടുക്കൽ വരുന്നവർ കരയാൻ തുടങ്ങും. അവർ പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങും. അവർ ദൈവസന്നിധിയിൽ വീഴാൻ തുടങ്ങും.
Praise the Lord. അങ്ങനെ ഒരു ഉണർവ് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ശിവന്റെ നാമത്തിൽ ജയം. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആഴം നിന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ ലോകത്തെ പുല്ലുവിലയ്ക്ക് നീ തള്ളിക്കളഞ്ഞിട്ട് നീ കർത്താവിനെ നേടാൻ ഓടും. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ കർത്താവിനെ കിട്ടി, എനിക്കത് മതി. ഒരേ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ സകലവും ഛേദമെന്നെണ്ണുന്നു. അവന്റെ പരിജ്ഞാനത്തെ ഞാൻ അറിയുന്നത് കൊണ്ട് ഞാനെല്ലാം വിട്ടുകളയുന്നു. ഈ രാത്രികാലം എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ആരെയും കാണുന്നില്ല. അടുക്കൽ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അർത്തുര മനക സൈതര മനക സിലംബരവാര. എല്ലാ കണ്ണുകളും ദൈവസ്ഥലിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലിൽ അടയട്ടെ. അർത്തി പ്രവടവരഗത നഗസുര ജഗസ്യ ഏതികട്ടരംബര വിധികട്ടുരം പ്രഭത രഹസ്യ. നിങ്ങളുടെ ആദരങ്ങൾ ഒന്ന് ചലിക്കട്ടെ, ആത്മാവിൽ ഒന്ന് ചലിക്കട്ടെ. ആമേൻ. നിങ്ങൾ കേട്ട ദൈവ വചനത്തിന്റെ സത്യം, വചനാടിസ്ഥാനത്തിൽ സത്യമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവദാസനെയും കുടുംബത്തെയും വചനം ഏറ്റെടുക്കുന്നവരെയും, ആമേൻ. മക്കളെ, ലോകത്തെ നീ എത്ര കോടീശ്വരനായാലും, നീ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചാലും, എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും, എത്ര വില കൂടിയ വാഹനം ഓടിച്ചാലും, ഒരു സുപ്രഭാതത്തിൽ നിന്റെ ജീവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഇവിടുന്ന് നീ ഒന്നും കൊണ്ടുപോകത്തില്ല. എന്നാ ഒന്നും നീ ഓർത്തോണം, നീ ഇവിടം വിട്ടാൽ നിത്യതയിൽ നിന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലുമോ? ചോദ്യം, അവിടെ എത്തുമോ? നിത്യതയാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ ബാക്കിയെല്ലാം മറക്ക്. മക്കള് ദൈവം തന്നതാ, അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. ജോലി ദൈവം തന്നതാ, പോയോ സാരമില്ല. എന്റെ ഭാഷയിൽ പറയുക, കമ്മലിട്ടവൻ പോയാൽ കടക്കിനിട്ടവൻ വരും. സ്തോത്രം. 5000ന്റെ പോയാൽ 10,000ന്റെ വരുമെന്ന്. സ്തോത്രം. നമ്മുടെ അപ്പനല്ലേ ലോകത്തെ മുഴുവൻ നയിക്കുന്നവൻ, ഭരിക്കുന്നവൻ. അപ്പന്റെ അരികെ ചെന്ന് പറ, ഏത് നിയമമാണ് നിനക്ക് മാറ്റണ്ടേ? ഏത് നിയമത്തെയാണ് നിനക്ക് മാറ്റണ്ടേ? കമ്പനി നിയമം മാറ്റണോ? രാജ്യത്തിന് നിയമം മാറ്റണോ? രാജാക്കന്മാരെ വാഴിക്കുന്നത് എടുത്ത് കളയുന്നതും നമ്മുടെ അപ്പനല്ല. ഇങ്ങനൊരു അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യമല്ലേ? നമുക്ക് കിട്ടിയത് ഭാഗ്യമല്ലേ? സകല രാജ്യങ്ങളെ ഒന്നിച്ചു അടക്കി ഭരിക്കുന്ന സർവശക്തൻ. എന്നിട്ട് പറയുന്ന യഹോശഫത്ത് പറഞ്ഞ ഒരു കാര്യം കൊണ്ടുണ്ട്. ഹല്ലേലൂയ. ആർക്കും അടുക്കാൻ കഴിയാത്ത പരാക്രമവും ശക്തിയും അവനുണ്ട്. നിന്റെ യുദ്ധം അവനെ ഏൽപ്പിക്ക്, അവനെ ചെയ്യും. ഈ രാത്രിക്കാലം ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, ബാക്കി ദൈവദാസൻ പ്രാർത്ഥിക്കും. വചനം കേട്ട എല്ലാവരെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. എളിയവനെ കൂടെ ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കണമേ. അരമന സന്ദര ജഗടഗതി രഘട്ട തരഗതനകാസ്യ. സർവശക്തനായ ദൈവമേ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആഴം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വിതച്ചിട്ട്, അത് ഞങ്ങളുടെ ഉള്ളം കണ്ണുകൾ തുറന്ന് കണ്ടിട്ട്, ഞങ്ങളുടെ ഹൃദയം അത് മനസ്സിലാക്കിയിട്ട്, അങ്ങേ ദൈവമെന്ന് ഓർത്ത് മഹത്വപ്പെടുത്താനും, അങ്ങേ ദൈവമെന്ന് അപ്പനെന്ന് ഓർത്ത് സ്നേഹിക്കാനും, അങ്ങേ യജമാനെന്ന് അറിഞ്ഞ് ബഹുമാനിപ്പാനും, അങ്ങയുടെ ഹിതത്തിന്റെ പരിജ്ഞാനത്തിന് അനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ചുവടുവെക്കുവാനും ഇടയാക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഇന്ന് രാത്രികാലം ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവേ, കാൽവറിയിലെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി വചനം കേട്ട ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ദൈവം വെച്ചിരിക്കാൻ സ്തോത്രം. ദൈവം വിടുതലയച്ചിരിക്കാൻ സ്തോത്രം. ദൈവദാസനെയും കുടുംബത്തെയും തലമുറകളെയും ഇന്ന് രാത്രി സൂമിനകത്ത് വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് ആ ദൈവവചനം വായിച്ചു തന്ന ദൈവം പൈതലിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ, കുടുംബത്തെ ഏൽപ്പിക്കുന്നപ്പ, ഓരോ സഹോദരങ്ങളെ കർത്താവെ, സൂമിൽ കർത്താവെ ഓപ്പൺ ആയിരുന്നവരുണ്ട്, ഹല്ലേലൂയ, വീഡിയോ ഓഫ് ചെയ്തവരുണ്ട്. അവരെല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളാൽ കയറാൻ കഴിയാതെ പോയവരും ഡ്യൂട്ടിക്ക് പോയവരുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ഈ സാധുവിനെയും ഇന്ന് രാത്രി ഉപയോഗിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വം, എല്ലാ മാനവും, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടൊരു സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.